മോഹിനിയാട്ടം കണ്ടിട്ട് മിക്കവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. അപ്പോൾ ഒരു കോമഡിയും മിസ്റ്ററിയും കലർന്ന ഒരു പഴയ പടമായാലോ? ഈ ഗെയിംസ് ഒക്കെ ബേസ് ചെയ്ത് സിനിമകൾ വരിക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അന്തക്കാലത്ത്, അതായത് 1985 ഒരു ബോർഡ് ഗെയിമിനെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ വരിക, അതും ഒരു കോമഡി മിസ്റ്ററി ത്രില്ലർ. അങ്ങനെ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എ മൂവി റെക്കമെൻഡേഷൻ. ഒരു അജ്ഞാതനായിട്ടുള്ള മനുഷ്യന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കുറച്ചു പേര് ഒരു ബംഗ്ലാവില് ഒരു രാത്രി ഡിന്നറിന് പോകുന്നു. അതും പരസ്പരം അറിയാത്ത 6 പേര്. അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു രഹസ്യം മനസ്സിലാക്കുകയാണ്. തുടർന്ന് അവിടെ അപ്രതീക്ഷിതമായിട്ട് അരങ്ങേറുന്ന കൊലപാതകങ്ങളും അതിന്റെ ചുരുളഴിക്കുന്നതും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1985 ജോനാഥൻ ലിൻ രചനയും സംവിധാനവും നിർവഹിച്ച അമേരിക്കൻ ബ്ലാക്ക് കോമഡി ത്രില്ലർ ക്ലൂ. തുടക്കത്തിൽ മോഹിനിയാട്ടത്തിന്റെ കാര്യം പറയുന്നേ ഉള്ളൂ കേട്ടോ. അതുമായിട്ട് ഈ പടത്തിന് കഥയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ കോമഡിയിൽ പൊതിഞ്ഞ ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണിത്. അത്യാവശ്യം ചിരിക്കാനുള്ള വകയൊക്കെ പടത്തിലുണ്ട്. എന്നാൽ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലുമാണ്. സോ നമുക്ക് ത്രില്ലടിക്കാനുള്ള വകയൊക്കെ പടത്തിലുണ്ട്. പിന്നെ ഇതിന്റെ മിസ്റ്ററി ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലൈമാക്സ് ആണെങ്കിലും വളരെ ഡിഫറെന്റ് ആണ്. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ക്ലൈമാക്സ് അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അതുകൊണ്ടാകാം പടം റിലീസായ ആ ഒരു സമയത്ത് അത്ര സ്വീകാര്യത ഇതിന് ലഭിക്കാതെ പോയതും. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ഈ പടം ഇറങ്ങിയ സമയത്ത് വളരെ മിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള റിവ്യൂ കിട്ടിയ ഒരു സിനിമയായിരുന്നത്. അന്നത്തെ കാലത്തെ നിരൂപകർക്ക് ഒന്നും ഈ പടം തീരെ ഇഷ്ടപ്പെട്ടില്ല. പടം ഫ്ലോപ്പായി മാറുകയും ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് ഈ സിനിമയ്ക്ക് ഒരു കൾട്ട് ഫോളോയിങ് തന്നെ ഉണ്ടായി. അഭിനയിച്ചവരുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. എങ്കിലും ചിലരുടേത് കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിലും മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് ഒരു ഡ്രാമ സ്വഭാവമാണെന്ന് പറയാം. നമ്മളൊരു സിനിമ കാണുന്നതിനേക്കാൾ ഒരു നാടകം കാണുന്ന ഒരു ഫീലാണ് പലപ്പോഴും തോന്നുക. ഒരേ ഒരു സ്ഥലത്ത് തന്നെ നടക്കുന്ന കഥ, കുറച്ച് ആൾക്കാർ, ഒരുപാട് ഡയലോഗ്സ് ഒക്കെ ആയിട്ട് ആ ഒരു നാടക സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഈ ഒരു കഥയുടെ ട്രീറ്റ്മെന്റ് ഇത്തരത്തിലുള്ള അല്പം നാടകീയത നിറഞ്ഞ പെർഫോമൻസ് ആണ് വേണ്ടിയിരുന്നത് എന്നും നമുക്ക് തോന്നുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിലും കാലഘട്ടമൊക്കെ പരിഗണിക്കുമ്പോൾ ഡീസന്റ് ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാമായിരുന്നു. ഒറ്റ ലൊക്കേഷനിൽ മാത്രം നടക്കുന്ന ഒരു കഥയാണ് പടത്തിൻ്റെത്. എങ്കിലും ആ ഒരു സ്ഥലം മാത്രം, അതായത് ആ ഒരു ബംഗ്ലാവ് മാത്രം കാണിച്ചുകൊണ്ട് ഇത്രയും നേരം കഥ മുമ്പോട്ട് മുഷിപ്പിക്കാതെ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. പേഴ്സണലി എനിക്ക് ഈ ഒരു റെട്രോ വൈബ് ഒക്കെയുള്ള പഴയ ത്രില്ലർ സിനിമകൾ കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ ഒരു നെഗറ്റീവ് ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ കാണുമ്പോഴും അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും നമുക്ക് തോന്നത്തില്ല. ചുമ്മാ ഒരു ഫൺ വാച്ച് എന്ന രീതിയിൽ മാത്രം കാണാവുന്ന ഒരു സിനിമയാണെന്ന് പറയാം. സോ മൊത്തത്തിൽ ഒരു ഗംഭീര സിനിമയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു എന്റർടൈനർ ആണ് ഈ പടം. ഞാൻ ഈ സിനിമ ലോക്ക്ഡൌൺ കാലത്ത് കണ്ടതാണ്. ഇപ്പൊ വീണ്ടും കാണുമ്പോൾ എന്തായിരിക്കും ഫീൽ എന്ന് എനിക്ക് കംപ്ലീറ്റ് അറിയില്ല. ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ അന്ന് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ റെക്കമെൻഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഒന്നും ആരും ചെയ്തിട്ടില്ല മലയാളത്തിലൊന്നും. സോ ഒരു സെപ്പറേറ്റ് റിവ്യൂ അർഹിക്കുന്ന ഒരു സിനിമയായിട്ടും എനിക്ക് തോന്നി. അപ്പൊ ഇതുവരെ ഈ പടം കാണാത്ത കോമഡി ഹൂഡൺ ഇറ്റ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണ്. പടം നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണുക. 1 മണിക്കൂർ 37 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. പടം 18+ അല്ല, പക്ഷെ പേരന്റൽ ഗൈഡൻസ് ആവശ്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.